चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। नामश्रेष्ठं मनुमपि शचिपुत्रमत्र स्वरूपं रूपं तस्याग्रजमुरुपुरीं माधुरीं गोष्ठवातीं राधाकुण्डं गिरिवरमहो राधिका माधवासां प्राप्तो यस्य प्रथितकृपया श्रीगुरुं तं नतोस्मि। हरे कृष्ण। നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിൻ്റെ ആദിലീലയിലെ 10ാമത്തെ അധ്യായത്തിൽ ചൈതന്യവൃക്ഷത്തിൻ്റെ ശാഖകളെയും ഉപശാഖകളെയും കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് മഹാപ്രഭുവിൻ്റെ നവദ്വീപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശാഖകളെ കുറിച്ചിട്ടാണ്. അതിനുശേഷം ഇനി ജഗന്നാഥപുരിയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ അദ്ദേഹത്തിന് സേവനമനുഷ്ഠിച്ച ആ ശാഖകളാകുന്ന ഭക്തന്മാരെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളാണ് ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. 124ാമത്തെ ശ്ലോകം മുതലാണ് ജഗന്നാഥപുരിയിലുള്ള ഭക്തന്മാരെ കുറിച്ചിട്ട് ഇവിടെ ഈ വർണ്ണനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ജഗന്നാഥപുരിയിൽ മഹാപ്രഭുവിനോടൊപ്പം സേവനമനുഷ്ഠിച്ച മഹാപ്രഭുവിനെ സേവിച്ച ആ വിശിഷ്ട ഭക്തന്മാർ, അവരിൽ പ്രധാനികൾ ആരൊക്കെയാണ്, അവരെക്കുറിച്ചിട്ടുള്ള ചില വിഷയങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. പ്രധാനമായിട്ടും ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഭക്തന്മാരെ കുറിച്ചിട്ട് 124ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീലാചലേ പ്രഭുസംഗേ യത ഭക്തഗണ സഭാരാധ്യക്ഷ പ്രഭുര മർമ്മദ്വിജന പരമാനന്ദപുരിയാര സ്വരൂപ ദാമോദർ ഗദാധർ ജഗദാനന്ദ ശങ്കര വക്രേശ്വര ദാമോദര പണ്ഡിത ഠാക്കൂർ ഹരിദാസ് രഘുനാഥ വൈദ്യ ആർ രഘുനാഥദാസ്. അതായത് പ്രധാനമായിട്ടും ജഗന്നാഥപുരിയിൽ ഭഗവാനോട് ഒപ്പമുണ്ടായിരുന്ന അവരിൽ 2 പ്രധാനികളുണ്ട് എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. ആ 2 പ്രധാനികളാണ് പരമാനന്ദപുരിയും സ്വരൂപ ദാമോദർ ഗോസ്വാമിയും. ഇവർ രണ്ടുപേരും ഭഗവാന്റെ ഹൃദയവും ആത്മാവുമാണ് എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുകയാണ്. മറ്റ് ഭക്തന്മാർ കൂടെ ഉണ്ടായിരുന്നവർ ഗദാധര പണ്ഡിതൻ, ജഗദാനന്ദ പണ്ഡിത്, ശങ്കര വക്രേശ്വര ദാമോദര പണ്ഡിത്, ഹരിദാസ് ഠാക്കൂർ, രഘുനാഥ വൈദ്യ, രഘുനാഥദാസ എന്നിവരാണ് ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പരമാനന്ദപുരിയെക്കുറിച്ചിട്ട് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്വരൂപ് ദാമോദർ ഗോസ്വാമിയെക്കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വരുന്ന പ്രധാനികളായ ഭക്തന്മാരെ കുറിച്ചിട്ട് പറയുന്നത് 136ാമത്തെ 5ാമത്തെയും 6ാമത്തെയും ശ്ലോകത്തിൽ പറയുന്നു. പ്രതാപരുദ്രരാജ ആര ഓഢ്ര കൃഷ്ണാനന്ദ പരമാനന്ദ മഹാപത്ര और शिवानंद भगवानाचार्य ब्रह्मानंदाख्य भारती श्री शिखी महिति आर मुरारी महिति. ഏറ്റവും പ്രധാനികളായിട്ടുള്ള ഭക്തന്മാരിൽ അടുത്തതായിട്ട്
പറയാൻ പോകുന്നത് പ്രതാപരുദ്ര മഹാരാജാവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് മറ്റൊരു പ്രധാനിയായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാർഷദൻ എന്നും അദ്ദേഹത്തിൻ്റെ ശാഖയെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമുണ്ട്. അദ്ദേഹമാണ് സാർവഭൗമ ഭട്ടാചാര്യ എന്ന് പറയുന്ന ആ ഭക്തൻ. സാർവഭൗമ ഭട്ടാചാര്യൻ്റെ പേര് വാസുദേവ ഭട്ടാചാര്യ എന്നായിരുന്നു. അദ്ദേഹം ഒരു വലിയ ന്യായികനായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ തർക്കം, ന്യായം, വ്യാകരണം എന്നിവയെല്ലാം പഠിക്കും. അപ്പോൾ ന്യായ എന്ന് പറയുന്നത് സംസ്കൃത പാഠത്തിലെ ഒരു പ്രധാന ശാഖയാണ് ന്യായ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സംസ്കൃതം പഠിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് വ്യാകരണമാണ്, എങ്ങനെയാണ് ഓരോ സെൻറ്റൻസും വരുന്നത് എന്ന്. അതിനുശേഷം ഈ പറയുന്ന ഓരോ തത്വങ്ങളെയും കുറിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ പഠിപ്പിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സംസ്കൃത പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരേ വിഷയത്തെ രണ്ട് വിധത്തിൽ ന്യായീകരിക്കാൻ പറ്റും. എങ്ങനെ? അതായത് സംസ്കൃതത്തിൽ ഒരു വാക്യം പറഞ്ഞിട്ട് അവർ അതിനെ ശരിയാണെന്നും തെറ്റാണെന്നും അവർക്ക് തെളിയിക്കാൻ പറ്റും. രണ്ടിനുമുള്ള ന്യായങ്ങൾ അവർ നൽകും. ഇത് നമ്മൾ വേദം പഠിക്കുന്നതിന് മുൻപ് അതിനോടൊപ്പം തന്നെ പഠിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഈ ന്യായം എന്ന് പറയുന്നത്. അപ്പോൾ സാർവഭൗമ ഭട്ടാചാര്യർ ഇതിൽ വളരെ വിദഗ്ധനായിരുന്നു. അദ്ദേഹം മഹാപ്രഭുവിനെ ജഗന്നാഥപുരിയിൽ വെച്ച് കാണുമ്പോൾ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു. ജഗന്നാഥപുരിയിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും കൃഷ്ണപ്രേമത്തിൽ മുഴുകിയിരിക്കുന്ന ചൈതന്യ മഹാപ്രഭുവിനെയാണ് ആര് കാണുന്നത്? സാർവഭൗമ ഭട്ടാചാര്യർ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുമെല്ലാം ശ്രദ്ധിച്ചപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി വളരെ ചെറുപ്പക്കാരനാണ്, സന്യാസിയാണ്, പക്ഷേ ഇങ്ങനെയുള്ള വികാരപരമായിട്ടുള്ള സമീപനമാണ് ഈ ചെറുപ്പക്കാരൻ സന്യാസി വച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരല്പം ഉപദേശിച്ചേക്കാം എന്ന് സാർവഭൗമ ഭട്ടാചാര്യർക്ക് തോന്നി. അപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എപ്രകാരമാണ് വാരാണസിയിൽ ഇതുപോലെ ഇതിന് തത്തുല്യമായ സംഭവം ഉണ്ടായതെന്ന് നമുക്കറിയാം. ഇവിടെ അതുപോലെ തന്നെ ആണ് സാർവഭൗമ ഭട്ടാചാര്യർ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ സംഭവിച്ചത്. അപ്പോൾ മഹാപ്രഭു ജഗന്നാഥ ക്ഷേത്രത്തിൽ മോഹാലസ്യപ്പെട്ട് വീണപ്പോൾ അവിടെ നിന്ന് മഹാപ്രഭുവിനെ കൊണ്ടുവന്ന് സാർവഭൗമ ഭട്ടാചാര്യരുടെ വീട്ടിലാണ് കൊണ്ടുപോയത്. അപ്പോൾ അതിനുശേഷം മഹാപ്രഭു ഉണർന്നപ്പോഴാണ് സാർവഭൗമ ഭട്ടാചാര്യർ പറഞ്ഞു, എന്നാൽ ഞാൻ കുറച്ച് വേദാന്തം പഠിപ്പിക്കാം എന്ന്. ഭട്ടാചാര്യർക്ക് അറിയില്ലല്ലോ, ചൈതന്യ മഹാപ്രഭു നിമായി പണ്ഡിതനായിരുന്നപ്പോൾ ഏറ്റവും വലിയ ന്യായികന്മാരെ ദിവസേന വെള്ളം കുടിപ്പിച്ചിരുന്ന ആളാണ് ഈ ചൈതന്യ മഹാപ്രഭു. അന്ന് ആൾ വേറെയായിരുന്നു, ഇന്ന് ആൾ മാറി എന്നുള്ള ഈ പൂർവ്വകാല ചരിത്രമൊന്നും പാവം സാർവഭൗമ ഭട്ടാചാര്യർ അറിഞ്ഞിട്ടേയില്ല, ഇല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹം വിചാരിച്ചതെന്നാൽ ചെറുപ്പക്കാരനായ സന്യാസിയാണല്ലോ, ഇനി വേദാന്തം ശരിയായി പഠിക്കാത്തത് കൊണ്ട് സന്യാസാശ്രമത്തിന് ഭംഗം സംഭവിക്കണ്ട എന്ന് വെച്ചിട്ട്. അതായത് സന്യാസാശ്രമം സ്വീകരിക്കുക എന്ന് വച്ചാൽ എന്താണ്? ഭൗതിക അസ്തിത്വത്തെ ഇല്ലാതാക്കുക എന്നതാണ് സന്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വച്ചാൽ പിന്നെ ശരീരവും മനസ്സും വാക്കും പൂർണ്ണമായും ഭഗവാന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കേണ്ടതാണ്. എന്ന് വച്ചാൽ പിന്നീട് സന്യാസം സ്വീകരിച്ച ആ വ്യക്തിക്ക് വ്യക്തിജീവിതം എന്നൊന്നില്ല. ശങ്കര സമ്പ്രദായത്തിലെ സന്യാസികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് വേദാന്തം പഠിക്കുവാനായിട്ടും പ്രണവമന്ത്രത്തിൽ ധ്യാനിക്കുവാനായിട്ടും
പിന്നീട് ആശ്രമത്തിലുള്ള പൂജാതി കർമ്മങ്ങൾക്കായിട്ടും. ഇതാണ് ശങ്കര സന്യാസികളുടെ ചര്യ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് യാതൊരു കാരണവശാലും വീണ്ടും ഭൗതികതയുമായി ഇടപഴകാൻ ഉള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ നിത്യവും വേദാന്തം പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഒരു കാരണവശാലും ആ ഒരു പാതയിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ടാണ് സാർവഭൗമ ഭട്ടാചാര്യർ എന്ത് വിചാരിച്ചത്? ഈ ചെറുപ്പക്കാരനായ സന്യാസിക്ക് അല്പം വേദാന്തം പഠിപ്പിക്കാം എന്ന് സാർവഭൗമ ഭട്ടാചാര്യർ വിചാരിച്ചത്. അങ്ങനെയാണ് ഇദ്ദേഹം 7 ദിവസം ചൈതന്യ മഹാപ്രഭുവിന് സാർവഭൗമ ഭട്ടാചാര്യർ വേദാന്തം ഉപദേശിച്ചു. വേദാന്ത സൂത്രങ്ങളെല്ലാം ഉദ്ധരിച്ച് അതിൻ്റെ അർത്ഥങ്ങളെല്ലാം ചൈതന്യ മഹാപ്രഭുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. 7 ദിവസം ചൈതന്യ മഹാപ്രഭു വളരെ ക്ഷമയോട് കൂടിയിട്ട് സാർവഭൗമ ഭട്ടാചാര്യർ പറഞ്ഞതെല്ലാം ഒരക്ഷരം പോലും തിരിച്ചു പറയാതെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ, ഇത്രയും കഴിഞ്ഞപ്പോൾ സാർവഭൗമ ഭട്ടാചാര്യരുടെ സംശയം കൂടിക്കൊണ്ടേ വന്നു. എപ്പോഴാണ് ഒരു കേൾവിക്കാരൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്ന്, കേൾവിക്കാരന് വിഷയത്തെക്കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ടായിരിക്കും. 2, കേൾവിക്കാരന് കേൾക്കുന്നതൊന്നുമേ മനസ്സിലാകുന്നില്ല. 3, കേൾവിക്കാരന് വിഷയത്തിൽ താല്പര്യമേ ഇല്ല. 3 പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് അത് തീർച്ചയായിട്ടും ഒരല്പം ഉദ്വേഗജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം കുറേ അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ വിചാരിക്കും, ഞാൻ എന്തിനാണിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നല്ലേ. അപ്പോൾ ഇതേപോലെയാണ് സാർവഭൗമ ഭട്ടാചാര്യരുടെ അവസ്ഥയും. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇതെല്ലാം ഇയാൾ കേൾക്കുന്നുണ്ടോ? ഇയാൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് ഇത്രയും പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും ദിവസങ്ങളോളം വേദാന്ത സൂത്രത്തെക്കുറിച്ചിട്ട് ഉള്ള വിശദീകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ താങ്കളുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവുമില്ല. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, തെറ്റിദ്ധരിക്കരുത്. അങ്ങ് പറയുന്ന വേദാന്ത സൂത്രം എനിക്ക് നല്ലവണ്ണം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അങ്ങ് നൽകുന്ന വിശദീകരണങ്ങൾ എനിക്കൊന്നുമേ മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് സാർവഭൗമ ഭട്ടാചാര്യർ ചോദിക്കുന്നത്, അതെന്താ വിശദീകരണം മനസ്സിലാകാത്തത്? അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറയും, താങ്കൾ നൽകുന്ന വിശദീകരണങ്ങൾ നേരിട്ടുള്ള അർത്ഥം മനസ്സിലാകുന്ന ഒരാളെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള വിശദീകരണമാണ് അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സാർവഭൗമ ഭട്ടാചാര്യർക്ക് പെട്ടെന്ന് മനസ്സിലായത്, ഈ മുന്നിലിരിക്കുന്ന ആൾ ചില്ലറക്കാരനല്ല, ഇയാൾക്ക് എന്തൊക്കെയോ വിഷയമറിയാം. അപ്പോൾ ഭട്ടാചാര്യർ അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ ഈ സൂത്രങ്ങളെല്ലാം എങ്ങനെയാണ് വിശദീകരിക്കുക? അപ്പോഴാണ് ഇപ്പോൾ എന്തായി, ശിഷ്യൻ ഗുരുവായി. പിന്നീട് ചൈതന്യ മഹാപ്രഭു സാർവഭൗമ ഭട്ടാചാര്യരെ വേദാന്ത സൂത്രം പഠിപ്പിച്ചു. എങ്ങനെയാണ്, എന്താണ് വ്യാസമഹർഷി വേദാന്ത സൂത്ര രചനയിൽ ഉദ്ദേശിച്ചത് എന്നുള്ളതിൻ്റെ ആ യഥാർത്ഥ ഉദ്ദേശം എന്താണോ അതെന്താണ് എന്ന് സാർവഭൗമ ഭട്ടാചാര്യർക്ക് മഹാപ്രഭുവാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഒരു വലിയ വേദാന്തിയായിരുന്ന, അവ്യക്തഗതവാദിയായിരുന്ന, ഒരു വലിയ ന്യായിക പണ്ഡിതനായിരുന്ന സാർവഭൗമ ഭട്ടാചാര്യർ എന്ന് പറയുന്ന ആ വ്യക്തിയെ ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരു മഹാഭക്തനാക്കി മാറ്റി. സാർവഭൗമ ഭട്ടാചാര്യരുടെ ഒരു ശതകമുണ്ട്, സാർവഭൗമ ശതകം എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ 100 നാമധേയങ്ങളാൽ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ പ്രകീർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ സാർവഭൗമ ഭട്ടാചാര്യരുടെ വളരെ വിശേഷപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അത്.
സാർവഭൗമ ഭട്ടാചാര്യർക്ക് ചൈതന്യ മഹാപ്രഭു തൻ്റെ ഷഡ്ഭുജ രൂപം ദർശനം നൽകുകയും ചെയ്തു. അതിനുശേഷം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭക്തനാണ് ഗോപിനാഥ് ആചാര്യൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം സാർവഭൗമ ഭട്ടാചാര്യരുടെ സഹോദരി ഭർത്താവായിരുന്നു. ഗോപിനാഥാചാര്യനും മഹാപ്രഭുവിന് വളരെ പ്രിയപ്പെട്ട ഒരു ഭക്തനായിരുന്നു. അതിനുശേഷം വരുന്ന ഭക്തനാണ് കാശി മിശ്ര. കാശി മിശ്രയുടെ വീട്ടിലാണ് ചൈതന്യ മഹാപ്രഭു കുറച്ചു കാലം താമസിച്ചത്. അതിനുശേഷം വരുന്ന മറ്റൊരു ഭക്തനാണ് പ്രദ്യുമ്ന മിശ്ര. പ്രദ്യുമ്ന മിശ്രയ്ക്ക് ശേഷം, ഇതെല്ലാം പ്രതാപരുദ്ര മഹാരാജാവ് വരുന്നതിന് മുൻപായിട്ട് പറയുന്ന ഭക്തന്മാരുടെ പട്ടികയാണ് ഇപ്പോൾ നമ്മൾ അവരെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ശാഖയാണ് ഭവാനന്ദ റായ് എന്ന് പറയുന്ന ആ മഹാഭക്തൻ. ഭവാനന്ദറായരുടെ 5 പുത്രന്മാരുണ്ട്. രാമാനന്ദറായർ, ഗോപിനാഥ പട്ടനായകൻ, കലാനിധി, സുധാനിധി, വാണിനാഥ നായക്. ഈ 5 പേർ ഭവാനന്ദരായരുടെ പുത്രന്മാരാണ്. ചൈതന്യ മഹാപ്രഭു ഭവാനന്ദരായരോട് പറഞ്ഞു, അങ്ങ് മുൻജന്മത്തിൽ പാണ്ഡുവായിരുന്നു, ഈ 5 പുത്രന്മാർ പാണ്ഡവരായിരുന്നു, ഇവരെല്ലാവരും എനിക്ക് വളരെ വളരെ വേണ്ടപ്പെട്ടവരാണ് എന്ന്. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, രാമാനന്ദരായനും ഞാനും ഒന്ന് തന്നെയാണ്, 2 ശരീരമാണെന്ന് മാത്രം എന്ന്. ചൈതന്യ മഹാപ്രഭുവും ശ്രീരാമാനന്ദരായരും തമ്മിലുള്ള സംഭാഷണമാണ് ചൈതന്യ ചരിതാമൃതത്തിൽ ഫിലോസഫി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പരമകാഷ്ഠയിൽ നടക്കുന്ന ചർച്ച എന്ന് പറയുന്നത്. രാമാനന്ദരായരും ശ്രീ ചൈതന്യ മഹാപ്രഭുവും തമ്മിൽ നടക്കുന്ന ചർച്ചയാണ്. അത് വളരെ വിശദമായിട്ട് ഇനി വരുന്ന അധ്യായങ്ങളിൽ വർണ്ണിക്കപ്പെടും എന്നതിനാൽ ഞാനിപ്പോൾ അതിലേക്ക് പ്രത്യേകിച്ച് കടക്കുന്നില്ല. ഇത്രമാത്രം മനസ്സിലാക്കുക, രാമാനന്ദരായരിലൂടെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഏറ്റവും ഉന്നതമായിട്ടുള്ള തത്വങ്ങൾ പറയിച്ചത്. ഇത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയുടെ ഒരു വൈശിഷ്ട്യമാണ്. ഞാൻ നേരത്തെയും ഇത് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ നമ്മുടെ ഓർമ്മപ്പെടുത്തലിലേക്കായി പറയാം. ചൈതന്യ മഹാപ്രഭു, പരമപുരുഷ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ചത് ബ്രാഹ്മണ കുടുംബത്തിലാണ്. അദ്ദേഹം പ്രചരിപ്പിക്കാൻ വന്നത് ഹരിനാമ സങ്കീർത്തനമാണ്. ആ നാമത്തിൻ്റെ ആചാര്യനായി അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഹരിദാസ് ഠാക്കൂറിനെയാണ്. ഏറ്റവും ഉന്നതമായിട്ടുള്ള തത്വങ്ങൾ മഹാപ്രഭു പറയിച്ചത് രാമാനന്ദ റായ് എന്ന് പറയുന്ന ബ്രാഹ്മണ കുലത്തിലല്ലാത്ത മറ്റൊരു വ്യക്തിയെ കൊണ്ടിട്ടാണ്. അതായത് ഇത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയുടെ ഒരു വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു അംശമാണ്. കാരണം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് എല്ലാവരിലും എത്തണം, അല്ലേ? അപ്പോൾ എല്ലാവരിലും എത്തിക്കണമെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാമെന്ന് ചൈതന്യ മഹാപ്രഭു തന്നെ ചെയ്ത് കാണിക്കണം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ നാമം ജപത്തിലൂടെ ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള വ്യക്തിയായി മാറാം എന്നുള്ളത് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ഹരിദാസ് ഠാക്കൂർ എന്ന മുസ്ലിം കുടുംബത്തിൽ ജാതനായ ഭക്തനെ മഹാപ്രഭു ഉപയോഗിക്കുന്നു. ഏതു കുലജാതനും കൃഷ്ണതത്വത്തിൽ വിദഗ്ധനാകാം എന്നത് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് രാമാനന്ദരായരെ ഉപയോഗിക്കുന്നു. എപ്രകാരം നമ്മൾ പറയുന്നുവോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വച്ചിട്ടാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. എന്തുകൊണ്ടാണ്? പിൽക്കാലത്തിൽ ആരും പറയരുത് ഇതേതോ കാട്ടിലിരുന്നിട്ട് ഏതോ മഹർഷിക്ക് ഉപദേശിച്ചതായത് കൊണ്ടിട്ട് ഞാൻ എപ്പോഴെങ്കിലും കാട്ടിൽ പോയി മഹർഷിയാകുമ്പോൾ ഇത് പഠിച്ചുകൊള്ളാം എന്ന് നമ്മൾ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്
അർജുനന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പറഞ്ഞത്. കാരണം ഇതിനേക്കാൾ വലിയ ഒരു പ്രതിസന്ധി ഇനി ആർക്കും നേരിടാൻ പറ്റില്ല. അത്രയും വലിയ പ്രതിസന്ധിയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് നൽകുന്ന ഉപദേശങ്ങളാണ് ഭഗവത്ഗീത, അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ വളരെ എളുപ്പത്തിൽ പറയുന്നത് ഇത് എല്ലാവർക്കും പ്രസക്തമാണ്, എല്ലാവർക്കും പ്രായോഗികമാണ്. എന്തുകൊണ്ടാണ്? യുദ്ധക്കളത്തിൽ സ്വന്തത്തിലുള്ളവരെ, സ്വന്തമെന്ന് നമ്മൾ വിളിക്കുന്നവരെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ എല്ലാം വധിക്കുവാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കുന്ന ഒരു പ്രത്യേക ശിക്ഷണമാണ് ഭഗവത്ഗീത, അല്ലേ? അതിലും വലിയൊരു പ്രതിസന്ധി ഇനി ആർക്കും നേരിടാൻ പറ്റില്ല. അപ്പോൾ ആ അർജുനനെ ഉപദേശിച്ചതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഇത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണെന്ന് പറയും. അതുപോലെ തന്നെയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രവും ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഉന്നതമായ തത്വങ്ങളും. ഇതും എല്ലാവരിലും എത്തിച്ചേരണം. ഹൃദയശുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും, ഏതു കുലത്തിൽ ജനിച്ചവനാണെങ്കിലും അവനെല്ലാം അത് സാധ്യമാകുമെന്ന് ചൈതന്യ മഹാപ്രഭു നമ്മളെ ഈ ഭക്തന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരുമായിട്ടുള്ള സംഭാഷണങ്ങളിലെല്ലാം ഇവർ മഹാപ്രഭുവിനോട് പറയും, ഞാൻ അങ്ങയുടെ കയ്യിലെ ഒരു കളിപ്പാവയാണ്, അങ്ങ് എന്നെക്കൊണ്ട് പറയിക്കുന്നതാണെന്ന് എനിക്കറിയാം, എന്നിരുന്നാലും ഞാൻ പറയാം. ഇങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ചർച്ചകൾ എല്ലായ്പ്പോഴും പുരോഗമിക്കുന്നത്. അങ്ങനെയുള്ള പ്രധാനിയായ ഒരു ഭക്തനാണ് രാമാനന്ദരായർ. അപ്പോൾ രാമാനന്ദരായർ ഇത്രയും ഉത്കൃഷ്ടനായ ഒരു ഭക്തനാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനെ കുറിച്ചിട്ട് കൂടെ നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് പ്രതിപാദിക്കാം. ഗോപിനാഥ പട്ടനായക് എന്ന് പറയുന്ന ഇദ്ദേഹം രാമാനന്ദരായരുടെ തന്നെ സഹോദരനാണ്. ഇവരെല്ലാവരും ജമീന്ദാർമാരാണ്. അങ്ങനെയാണ് രാജമണ്ഡ്രിയിലെ ജമീന്ദാരായിരുന്ന രാമാനന്ദരായരെ ആന്ധ്രയിൽ വെച്ചിട്ടാണ് ചൈതന്യ മഹാപ്രഭു കാണുന്നത് ആദ്യമായിട്ട്, അല്ലേ? ഗോപിനാഥ പട്ടനായകനാകട്ടെ ഒറീസയിലുള്ള ചില ഭാഗങ്ങളിൽ നികുതി പിരിക്കുക എന്ന ഉത്തരവാദിത്വമുള്ള മറ്റൊരു ജമീന്ദാരായിരുന്നു. രാമാനന്ദരായർ മഹാപ്രഭുവിനെ കണ്ടു, തൻ്റെ പദവിയെല്ലാം ഉപേക്ഷിച്ചു, മഹാപ്രഭുവിൻ്റെ ഒപ്പം കൂടി. ഗോപിനാഥ പട്ടനായകൻ അങ്ങനെ ചെയ്തില്ല. ഗോപിനാഥ പട്ടനായകൻ അപ്പോഴും തൻ്റെ ലൗകികമായ പ്രവൃത്തികൾ തുടർന്നു പോന്നു. എന്ന് മാത്രമല്ല, ഈ രാജാവ് ഇവർക്കെല്ലാവർക്കും ഒരു അത്രയും ഇത്ര ഗ്രാമങ്ങളിൽ നിങ്ങൾ കരം പിരിച്ചുകൊള്ളുക എന്ന് പറയും. എന്നിട്ട് അതിൽ ഇവർക്കെടുക്കാവുന്ന ഒരു പങ്കുണ്ട്, ബാക്കി കരം ഇവർ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി അടയ്ക്കണം. ഗോപിനാഥ പട്ടനായകന് ഒരു സമയത്ത് രാജാവിൻ്റെ പ്രതിനിധിയായി കരം പിരിക്കുകയും അത് സ്വന്തമായി ചിലവഴിക്കുകയും രാജാവിന് സമയത്തിന് കരമൊടുക്കാൻ പറ്റാതെ വരികയും ചെയ്തു. അങ്ങനെ ഈ വിവരം മറ്റുള്ള ഭക്തന്മാരെല്ലാവരും അറിയുന്നു. രാജാവ് ഗോപിനാഥ പട്ടനായകനെ ശിക്ഷിക്കാനായി തീരുമാനിക്കുന്നു. അതായത് ഇത് ഇയാളുടെ ജോലിയാണ്, അതും എത്രയോ 2 ലക്ഷം കൗടി എന്ന് പറയുന്ന ആ സമയത്തുള്ള കറൻസി അത്രയുമാണ് ഈ ഗോപിനാഥ പട്ടനായകൻ അടയ്ക്കാനുണ്ടായിരുന്നത്. അത് ഇയാൾ അടച്ചില്ല. അങ്ങനെ ആ സമയത്ത് ഉത്കലദേശം ഭരിക്കുന്നത് പ്രതാപരുദ്ര മഹാരാജാവാണ്. ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് ഇനി നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മഹാപ്രഭു അറിയുന്നു. മഹാപ്രഭു പറയുന്നു, ഈ വിധത്തിലുള്ള ഒരു കാര്യത്തിലും ഞാൻ തലയിടുകയേയില്ല. കാരണം എന്തുകൊണ്ടാണ്? ഞാനൊരു സന്യാസിയാണ്. പക്ഷേ മഹാപ്രഭുവിൻ്റെ കാരുണ്യത്താൽ ഗോപിനാഥ പട്ടനായകൻ്റെ ജീവൻ രക്ഷപ്പെടുകയും ചെയ്തു. അയാൾക്ക് വീണ്ടും ആ ജോലിയിൽ തുടരാൻ രാജാവ് അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു. അതിനുശേഷം അയാളും പിതാവും ഈ 5 സഹോദരന്മാരും ഭവാനന്ദരായരും ചേർന്ന് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വരും. എന്നിട്ട് ഭവാനന്ദരായർ പറയും, എപ്രകാരം കൃഷ്ണനായി അങ്ങ് പഞ്ചപാണ്ഡവന്മാരെ എല്ലായ്പ്പോഴും രക്ഷിച്ചു പോന്നുവോ അതുപോലെ തന്നെ ഇതാ ഇപ്പോൾ എൻ്റെ മക്കളെയും എല്ലായ്പ്പോഴും അങ്ങ് തന്നെയാണ് സംരക്ഷിച്ചു പോരുന്നത് എന്ന് ഭവാനന്ദരായർ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഗോപിനാഥ പട്ടനായകനോട് ഒറ്റ കാര്യം മാത്രമേ പറയുകയുള്ളൂ,
രാജാവിൻ്റെ പണം, രാജാവിന് അർഹപ്പെട്ട പണം, അതിൽ നിന്നും ഒരു കൗടി പോലും നീ ഉപയോഗിക്കരുത്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന്. അതിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്, മഹാപ്രഭുവിൻ്റെ ലീലകൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഈ 5 സഹോദരന്മാരുടെ മേൽ മഹാപ്രഭുവിന് എല്ലായ്പ്പോഴും അതീവമായ ഒരു കാരുണ്യമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെ ഭവാനന്ദരായരുടെ 5 പുത്രന്മാർക്കും എപ്രകാരം മഹാപ്രഭുവിൻ്റെ ഏറ്റവും വലിയ കാരുണ്യം ലഭിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന അടുത്ത ശാഖയാണ് പ്രതാപരുദ്ര മഹാരാജാവ്. പ്രതാപരുദ്ര മഹാരാജാവിനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ജഗന്നാഥ ഭഗവാൻ അവതരിക്കാൻ കാരണക്കാരനായ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് ചൈതന്യലീലയിൽ പ്രതാപരുദ്രനായി വീണ്ടും വന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് എന്തെല്ലാം കഷ്ടതകൾ സഹിച്ചാണ് ജഗന്നാഥ് ബലദേവ് സുഭദ്ര ഇവരുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആ ക്ഷേത്രം അദ്ദേഹം തുറന്നത് എന്നതിനെക്കുറിച്ചിട്ട് ജഗന്നാഥ ഭഗവാന്റെ ലീലയിൽ നമ്മളെല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും ഉത്കൃഷ്ടനായ ഒരു ഭക്തനായിരുന്നു ഇന്ദ്രദ്യുമ്ന മഹാരാജാവ്. തത്തുല്യനായ ഒരു ഭക്തശിരോമണിയായിരുന്നു പ്രതാപരുദ്ര എന്നറിയപ്പെടുന്ന ഈ മഹാരാജാവ്. ഇദ്ദേഹത്തിൻ്റെ പരമ്പരയിൽ വന്ന രാജാക്കന്മാരെല്ലാവരും തന്നെ അതീവ ഭക്തന്മാരായിരുന്നു. ഇദ്ദേഹത്തിനും ചൈതന്യ മഹാപ്രഭുവിനോട് വളരെ അതിയായ ഭക്തി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ചൈതന്യ മഹാപ്രഭുവിനെ ദർശിക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചൈതന്യ ചരിതാമൃതം വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും എത്ര ബുദ്ധിമുട്ടിയതിന് ശേഷമാണ് പ്രതാപരുദ്ര രാജാവിനെ കാണുവാൻ ചൈതന്യ മഹാപ്രഭു സമ്മതിച്ചത് എന്ന്. ചൈതന്യ മഹാപ്രഭുവിനോട് ഓരോ തവണയും ഓരോ ഭക്തന്മാർ വന്നിട്ട് റെക്കമെൻഡേഷൻ കൊടുക്കും, പ്രതാപരുദ്ര മഹാരാജാവ് അങ്ങയുടെ വലിയ ഭക്തനാണ്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറയും, ഞാൻ സർവസംഘ പരിത്യാഗിയായ സന്യാസിയാണ്, എനിക്ക് ഈ വിഷയസുഖലോലുപന്മാരായ രാജാക്കന്മാരുമായിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഞാനൊരു സന്യാസിയാണ് എന്ന പേര് വരെ എൻ്റെ നശിച്ചു പോകും, അതുകൊണ്ട് ഞാൻ ഇയാളെ കാണില്ല. ഓരോ തവണയും ഇവർ വീണ്ടും 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 വന്നിട്ട് മഹാപ്രഭുവിനോട് പറയില്ല, ഒരിക്കലെങ്കിലും അങ്ങ് കാണണം, ഒരിക്കലെങ്കിലും അങ്ങ് കാണണം. അങ്ങനെ രഥയാത്ര നടക്കുന്ന സമയത്ത് പ്രതാപരുദ്ര മഹാരാജാവ് വളരെ ദൂരത്തു നിന്ന് മാത്രം ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ നോക്കി നമസ്കരിച്ച് തൊഴുത് അങ്ങനെ ആ ഒരു ദർശനം കൊണ്ട് മാത്രം അദ്ദേഹം സന്തുഷ്ടനാകുമായിരുന്നത്രേ. വളരെ വലിയ പാഠം നമ്മൾ പ്രതാപരുദ്ര മഹാരാജാവിൻ്റെ ലീലയിൽ നിന്നും പഠിക്കുന്നുണ്ട്. അതായത് എത്രമാത്രം വിനമ്രതയുണ്ടായാൽ മാത്രമാണ് ഭഗവാൻ ഭക്തൻ കടാക്ഷിക്കുന്നത് എന്നുള്ളത്, അല്ലേ? എത്രമാത്രം നമ്മൾ ഭഗവാന്റെ പ്രീതിക്ക് പാത്രമാകുമ്പോഴാണ്, എത്രമാത്രം നമ്മൾ വിനമ്രതയോട് കൂടിയിട്ടാകുമ്പോഴാണ് ഭഗവാൻ നമ്മളെ ഒന്ന് കടാക്ഷിക്കുക എന്നുള്ളത്. ലക്ഷ്മീദേവിയുടെ കടാക്ഷമല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാക്ഷാത് ഭഗവത് കടാക്ഷം എന്ന് പറയുന്നത് നമ്മൾ എത്ര അകിഞ്ചനാകുന്നുവോ അതനുസരിച്ചിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രതാപരുദ്ര മഹാരാജാവും തൻ്റെ രാജകീയ വേഷമെല്ലാം അഴിച്ചു വച്ചിട്ട് ഒരു സാധാരണക്കാരനെ പോലെയാണ് ചൈതന്യ മഹാപ്രഭുവിനെ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ അദ്ദേഹം അങ്ങനെയാണ് പോകുന്നത്. രാജാവിൻ്റെ യാതൊരു ലക്ഷണങ്ങളുമില്ലാതെയാണ് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പോയത്. അതും ചൈതന്യ മഹാപ്രഭു
വളരെ വളരെ ആലോചിച്ചതിന് ശേഷം വളരെയധികം തവണ വേണ്ടെന്ന് വച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ ഇത് വളരെ എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു സംഗമമാണ് പ്രതാപരുദ്ര മഹാരാജാവും ചൈതന്യ മഹാപ്രഭുവും തമ്മിലുള്ളത്. മറ്റുള്ള ഭക്തന്മാർക്കെല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് വളരെ വളരെയധികം സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ഓരോ തവണയും രഥയാത്രയ്ക്ക് പോകുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ കാണാം. ജഗന്നാഥപുരിയിൽ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പമുണ്ടായിരുന്ന ഭക്തന്മാർക്ക് എല്ലായ്പ്പോഴും അദ്ദേഹത്തെ കാണാം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രതാപരുദ്ര മഹാരാജാവ് ആ ദേശത്തിൻ്റെ രാജാവാണ്. അദ്ദേഹത്തിനില്ലാത്ത ഐശ്വര്യമോ അദ്ദേഹത്തിനില്ലാത്ത അധികാരമോ ഇല്ല. പക്ഷേ മഹാപ്രഭുവിനെ കാണാൻ വിചാരിക്കുമ്പോൾ പറ്റില്ല. പക്ഷേ മഹാപ്രഭുവിന് പ്രതാപരുദ്ര മഹാരാജാവിനോട് അതിയായ സ്നേഹമുണ്ടായിരുന്നു. ഇദ്ദേഹം തികഞ്ഞ ഒരു ഭക്തനാണെന്ന് മഹാപ്രഭുവിന് അറിയാമായിരുന്നു. പക്ഷേ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോടെല്ലാവരോടും മഹാപ്രഭു ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിച്ചത് ശുദ്ധഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വിഷയതൽപരരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധം എത്രമാത്രം നമ്മൾ പരിമിതമാക്കി നിലനിർത്തുന്നുവോ അത്രയും അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് നല്ലതാണ് എന്നുള്ള പാഠമാണ് ഈ ഒരു പ്രതാപരുദ്ര മഹാരാജാവുമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭു. അദ്ദേഹം പ്രതാപരുദ്രനെ കാണുവാൻ ഈ വിമുഖത പ്രകടിപ്പിക്കുന്നതിന് മഹാപ്രഭു തൻ്റെ പാർഷദന്മാരെയും ശിഷ്യന്മാരെയും പഠിപ്പിച്ചത് ഇതാണ്. അതായത് കൂടുതലായിട്ട് നമ്മൾ ഇതിൽ ഇടപഴകുകയാണെങ്കിൽ ഇത് നമ്മളെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട്. ശ്രീ ജയപതാക സ്വാമി ഒരിക്കൽ പറയുകയുണ്ടായി, ഇത് വലിയൊരു പാഠമാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഒരു 1500 AD കാലഘട്ടങ്ങളിലുള്ള യൂറോപ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ചേർച്ച്, അതായത് ക്രിസ്ത്യൻ പള്ളിയുടെ അധികാരികളും അതുപോലെ തന്നെ റോമിലുള്ള ക്രൈസ്തവരുടെ പരമാധികാരിയും അങ്ങനെയുള്ളവരും ആ സർക്കാരുകളും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇവർ അതിൽ വളരെയധികം താല്പര്യം പുലർത്തുകയും അതിൽ ഇടപെടുകയും ചെയ്യുമായിരുന്നു. അത് പിൽക്കാലത്തിൽ വിശ്വാസികളുടെ വിശ്വാസത്തെ വളരെ വളരെ പ്രതികൂലമായി ബാധിച്ചു എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആത്മീയത പിന്തുടരുന്നവർ ആത്മീയതയാണ് പിന്തുടരേണ്ടത്. അവർ മറ്റ് കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുക എന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് മാത്രമല്ല, അവരുടെ പാത പിന്തുടരുന്ന മറ്റുള്ളവർക്കും അത് വളരെ വലിയൊരു ബുദ്ധിമുട്ടായിത്തീരും. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചൊരു ഉദാഹരണമാണ് ഇങ്ങനെ മിഡീവൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന ദി അലയൻസ് ബിറ്റ്വീൻ ദ ചേർച്ച് ആൻഡ് ദ കിങ്സ്. അതായത് യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളും ഭരിച്ചിരുന്ന രാജാക്കന്മാരും അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ എന്താ പറയുക ആധ്യാത്മിക നേതാക്കന്മാരും തമ്മിലുള്ള അമിതമായിട്ടുള്ള ബന്ധം അത് എത്രമാത്രം ആ ഒരു ആധ്യാത്മിക ചര്യയെ പ്രതികൂലമായി ബാധിച്ചു എന്ന്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ പൂർണ്ണ വ്യക്തത പുലർത്തിയിരുന്നു. കൂടുതലായി ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും വേണ്ട എന്ന്. ഇതുപോലെ തന്നെയാണ് ശ്രീല പ്രഭുപാദരും തൻ്റെ ശിഷ്യന്മാരോട് പറയാറുണ്ടായിരുന്നു, നമുക്ക് എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ അമിതമായി നമ്മൾ അവരുടെ കാര്യങ്ങളിൽ കൈകടത്തുകയോ മറ്റ് പ്രസ്ഥാനങ്ങളെ അമിതമായി നമ്മുടെ കാര്യങ്ങളിൽ തലയിടാൻ അനുവദിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആധ്യാത്മിക ചര്യകളെ ബാധിക്കും. ഇതുകൊണ്ടാണ് ഭക്തന്മാരോട് എപ്പോഴും പറയുന്നത്, നമ്മൾ ആരുമായിട്ടെല്ലാം ബന്ധം പുലർത്തുന്നു എന്നുള്ളത് നമ്മൾ വളരെ വളരെ സൂക്ഷിച്ചിരിക്കണം എന്നുള്ളത്. ഇപ്പോഴുള്ള വിശേഷപ്പെട്ട ഈ സാമൂഹിക സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുന്നത് വളരെ വളരെ ആലോചിച്ച് വേണം.
അല്ലേ? എല്ലാവരും ഒരു ദൂരത്തിൽ നിന്നുകൊണ്ടുള്ള സമ്പർക്കം മതിയെന്ന്. ഇത് ആധ്യാത്മിക ചര്യയിലുള്ളവർക്ക് ആദ്യകാലം മുതലേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കൂടുതലായി വിഷയതൽപരരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുവരില്ല. അവർ നമ്മളെ ലൗകികതയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് എപ്പോഴും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് അത് മഹാപ്രഭു നമ്മളെ പഠിപ്പിക്കുന്നതാണ് പ്രതാപരുദ്ര മഹാരാജാവുമായിട്ടുള്ള ആ ലീലയിൽ. ഇനി ഈ ഗോപിനാഥ പട്ടനായകനെ ക്ഷമിച്ചതും രക്ഷിച്ചതും പ്രതാപരുദ്ര മഹാരാജാവാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഗോപിനാഥ പട്ടനായകനെ തൂക്കിലേറ്റാനായിട്ട് പ്രതാപരുദ്ര മഹാരാജാവ് അന്ന് തൂക്കിലേറ്റലല്ല, എന്തോ ഒന്നിൽ നിർത്തിയിട്ട് അതിനെ തട്ടിയിടുമ്പോൾ ഇയാൾ വാളിലേക്ക് വന്ന് വീഴും. അങ്ങനെ എന്തോ വളരെ ക്രൂരമായ ഒരു കൊലപാതക പദ്ധതിയായിരുന്നു ഈ ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഗോപിനാഥ പട്ടനായകനെ അതിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് എല്ലാവരും ഓടി വന്ന് മഹാപ്രഭുവിനോട് പറയുന്നത്, എന്തെങ്കിലും ചെയ്യണം, അങ്ങയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഭവാനന്ദരായരുടെ പുത്രനെ രാജാവ് ഇങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇത് കേട്ട മഹാപ്രഭു പറഞ്ഞു, ഇനിയും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് വന്ന് പറഞ്ഞാൽ ഞാൻ ജഗന്നാഥപുരി ഉപേക്ഷിച്ച് അലർനാഥിലേക്ക് പോകും. അവിടെ ഞാൻ ആരെയും വരാൻ അനുവദിക്കില്ല, ആരെയും ഞാൻ കാണില്ല, എനിക്ക് ആരെയും കാണുകയും വേണ്ട, ഞാൻ ഇവിടം വിട്ട് പോവുകയാണെന്ന് പറയും. അത്രയധികം മഹാപ്രഭുവിന് വിഷമമുണ്ടായി. ഇത് കേട്ടിരുന്ന കാശി മിശ്ര പോയിട്ട് പ്രതാപരുദ്ര മഹാരാജാവിനോട് പറയും, മഹാപ്രഭു ജഗന്നാഥപുരി ഉപേക്ഷിക്കാൻ പോവുകയാണത്രേ. അപ്പോൾ രാജാവ് വളരെ ഉദ്വേഗത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിന് വളരെ വിഷമമുണ്ടായത് കേട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരി വിട്ടു പോകുന്നു? മഹാരാജാവിന് ഇതിലും വലിയ ദുഃഖം വേറെ ഒന്നുമില്ല. അപ്പോഴാണ് കാശി മിശ്ര പറഞ്ഞത്, ചൈതന്യ മഹാപ്രഭുവിന് വളരെ വേണ്ടപ്പെട്ട ഭവാനന്ദരായരുടെ പുത്രൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അപ്പോൾ അങ്ങ് അവനെ ഇങ്ങനെ ശിക്ഷിക്കാൻ വിധിച്ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പോഴാണ് മഹാപ്രഭു പറഞ്ഞത്, ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇനി എനിക്ക് ഇരിക്കുകയും വേണ്ട, എന്നെ ആരും വന്ന് കാണുകയും വേണ്ട, ഞാൻ പോവുകയാണ്. അപ്പോഴാണ് മഹാരാജാവ് പറയും, ഞാൻ അവനെ ക്ഷമിച്ചിരിക്കുന്നു, അവൻ ഇനിയും ജമീന്ദാരായിട്ട് തുടർന്നു കൊള്ളട്ടെ, അവനിനി കൊടുക്കുന്ന അവൻ്റെ നികുതിയിൽ നിന്നും എടുക്കുന്ന അവനുള്ള പങ്ക് കുറവാണെങ്കിൽ അത് ഞാൻ ഇരട്ടിപ്പിച്ച് കൊടുത്തേക്കാം. നിങ്ങൾ പോയി മഹാപ്രഭുവിനോട് പറയും ജഗന്നാഥപുരി വിട്ടു പോകരുത് എന്ന്. ഇങ്ങനെയാണ് മഹാപ്രഭു യഥാർത്ഥത്തിൽ ഗോപിനാഥ പട്ടനായകനെ രക്ഷിച്ചത്. ഇത് മുഴുവൻ കാശി മിശ്ര പോയി മഹാപ്രഭുവിനോട് പറയും. മഹാപ്രഭു പറയും, നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഞാൻ ഈ രാജാവിനോട് കടപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും എന്നെപ്പോലെ ഒരു സന്യാസി ഇങ്ങനെ ഒരു രാജാവിൻ്റെ അടുത്ത് കടപ്പാടുണ്ടാകുവാനേ പാടില്ല. പക്ഷേ നിങ്ങളിങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് അതെനിക്കൊരു കടപ്പാടായി. അപ്പോൾ കാശി മിശ്ര പറയും, തീർച്ചയായിട്ടും അങ്ങയ്ക്ക് ഒരു കടപ്പാടുണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് പ്രതാപരുദ്ര മഹാരാജാവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അങ്ങയോടുള്ള അതിയായ ഭക്തി കൊണ്ടിട്ട് അങ്ങ് ജഗന്നാഥപുരി വിടും എന്ന് കേട്ടപ്പോൾ അത് തടഞ്ഞു നിർത്താൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് കാശി മിശ്ര ചൈതന്യ മഹാപ്രഭുവിനെ സമാധാനിപ്പിക്കുന്നു. ഈ ലീലകളെല്ലാം അന്ത്യലീലയിലാണ് വരുന്നത്. പക്ഷേ ഈ വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മളിവിടെ പറയുമ്പോൾ ഇവരെയും കൂടെ പറയണം എന്നുള്ളതിനാൽ ഞാനിവിടെ അതെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തതായിട്ട് പരമാനന്ദ മഹാപാത്ര എന്ന് പറയുന്ന മറ്റൊരു ഉത്കലദേശത്തിലെ ഭക്തൻ എല്ലായ്പ്പോഴും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ധ്യാനിക്കുകയും എപ്പോഴും പരാക്കീയ ഭാവത്തിലിരിക്കുകയും ചെയ്തൊരു ഭക്തനായിരുന്നു അദ്ദേഹം. വേറെ മഹാപ്രഭുവിനോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്ന വളരെ ശുദ്ധഹൃദയനായ മറ്റൊരു ഭക്തനാണ് ഭഗവാൻ ആചാര്യ എന്ന് പറയുന്ന ഒരു ഭക്തൻ. അതിനുശേഷം ബ്രഹ്മാനന്ദ ഭാരതി എന്ന് പറയുന്ന മറ്റൊരു ഭക്തൻ, പിന്നെ ഷിക്കി മഹിതി എന്ന് പറയുന്ന ഉത്കലദേശത്തിലെ മറ്റൊരു ഭക്തൻ. അദ്ദേഹം വളരെ ഒരു പ്രധാനിയായ ഭക്തനാണ്. അദ്ദേഹമാണ് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലാണ് അദ്ദേഹം കണ്ടത് ശ്രീ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ ഭഗവാന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നതായി ഒരു സ്വപ്നം അദ്ദേഹത്തിനുണ്ടാവുകയുണ്ടായി. അപ്പോൾ അതിലൂടെ അദ്ദേഹം തിരിച്ചറിഞ്ഞു ചൈതന്യ മഹാപ്രഭു തന്നെയാണ് ജഗന്നാഥ ഭഗവാൻ എന്ന്. അദ്ദേഹത്തിൻ്റെ അനുജനായ മുരാരി മഹിതി, അദ്ദേഹവും ചൈതന്യ മഹാപ്രഭുവിൻ്റെ കറകളഞ്ഞ ഭക്തനായിരുന്നു.
ശിഖി മഹിതയുടെ അനുജത്തിയായിരുന്നു മാധവി ദേവി. അപ്പോൾ മാധവി ദേവിയും ഭഗവാന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഭക്തയായിരുന്നു. ചൈതന്യചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അതിഗൂഢരായിട്ടുള്ള 3.5 ഭക്തന്മാരാണ് ഉള്ളത് എന്ന് പറയുന്നു. അതാരൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്വരൂപ ദാമോദര ഗോസ്വാമി, രാമാനന്ദരായർ, ശിഖി മഹിതി, പിന്നെ അര എന്ന് പറയുന്നത് ഈ മാധവി ദേവിയാണ്. കാരണം അവരൊരു സ്ത്രീ ആയതുകൊണ്ട് അവരെ ഒരു പൂർണ്ണ വ്യക്തിത്വമായി കണക്കാക്കിയിട്ടില്ല. അപ്പോൾ 3.5 ഭക്തന്മാർ, 3.5 ഭക്തർ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഏറ്റവും അതിഗൂഢരായ ഭക്തന്മാരെന്ന് പറയുന്നതിൽ ഈ 3 പേരും പിന്നെ മാധവി ദേവിയുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് അര എന്ന് പറയുന്നത് കൊണ്ട് മാതാജിമാരാരും പരിഭവിക്കരുത്. ഇത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയാണ് പറഞ്ഞത്, ഞാനല്ല. അതുകൊണ്ട് എന്നെ ആരും ക്രൂശിക്കരുത്, ഇത് ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട്. പക്ഷേ പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് നമ്മൾ പറയുന്നു. അങ്ങനെ മഹാപ്രഭുവിൻ്റെ 3.5 അതിഗൂഢ ഭക്തന്മാരിൽ സ്വരൂപ ദാമോദര ഗോസ്വാമി, രാമാനന്ദരായർ, ശിഖി മഹിതി, പിന്നെ അര മാധവി ദേവി. ഇത് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ 3 ഭക്തർ. അതിനുശേഷം ശ്രീ ഗോവിന്ദ കാശീശ്വര ബ്രഹ്മചാരി എന്ന് പറയുന്ന 2 പേർ. ഇവരും മഹാപ്രഭുവിനെ പോലെ തന്നെ ഈശ്വരപുരിയുടെ ശിഷ്യന്മാരാണ്. ഇവരെ 2 പേരെയും മഹാപ്രഭുവിനെ സേവിക്കുവാനായി ഈശ്വരപുരി തന്നെ മഹാപ്രഭുവിൻ്റെ കൂടെ പറഞ്ഞയച്ചിട്ടുള്ള ഈ 2 പേരാണ്. അപ്പോൾ ജഗന്നാഥ ക്ഷേത്രം മഹാപ്രഭു സന്ദർശിക്കുന്ന സമയത്ത് കാശീശ്വര എന്ന് പറയുന്ന ഈ ഭക്തനാണ് മഹാപ്രഭുവിന് ചുറ്റും ആളുകൾ തടിച്ചുകൂടാതെ അവരെല്ലാം മാറ്റി മഹാപ്രഭുവിൻ്റെ പാത തെളിച്ചു കൊടുത്തിരുന്നത് കാശീശ്വരനും. അതുപോലെ തന്നെ ഗോവിന്ദൻ എന്ന് പറയുന്ന ഭക്തനാണ് മഹാപ്രഭുവിൻ്റെ ശരീരത്തിലേക്ക് ആരും വന്ന് വീഴാതെ അദ്ദേഹത്തെ സ്പർശിക്കാതെ കൊണ്ടുപോയിരുന്നത്. ഇവർ 2 പേരും ചേർന്നിട്ടാണ്. അതുപോലെ തന്നെ കൃഷ്ണദാസൻ എന്ന് പറയുന്ന മറ്റൊരു വിപ്രനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇദ്ദേഹവും ജഗന്നാഥപുരിയിൽ മഹാപ്രഭുവിനെ സേവിച്ച ഒരു ഭക്തനാണ്. ഈ കൃഷ്ണദാസാണ് മഹാപ്രഭുവിൻ്റെ കൂടെ അദ്ദേഹം മഹാപ്രഭു ദക്ഷിണ ഭാരതം സന്ദർശിച്ചപ്പോൾ കൂടെ വന്നത് ഈ കൃഷ്ണദാസനാണ്. ഇവർ 2 പേരും കൂടെ കേരളത്തിലെത്തിയപ്പോൾ ചില ഭട്ടതിരികൾ ഈ കൃഷ്ണദാസനെ ഒരു സ്ത്രീയെ അയച്ച് വശീകരിക്കുവാനുള്ള ശ്രമം നടത്തി. ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ് കൃഷ്ണദാസനെ അതിൽ നിന്നും രക്ഷിച്ചത്. അങ്ങനെ അവർ 2 പേരും മടങ്ങി വന്നതിന് ശേഷം ചൈതന്യ മഹാപ്രഭു കൃഷ്ണദാസനോട് പറഞ്ഞു, ഇനി നീ എൻ്റെ കൂടെ സേവനത്തിൽ തുടരണ്ട, കാരണം നിനക്ക് സ്ത്രീകളോട് ഒരല്പം അഭിനിവേശമുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന്. മഹാപ്രഭുവിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മചാരികൾക്ക് മഹാപ്രഭു കൊടുത്തിരുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വളരെ വളരെ ഉയർന്ന സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഭട്ടതിരികൾ എന്തോ മന്ത്രവാദം ചെയ്താണ് ഈ കൃഷ്ണദാസനെ വശീകരിക്കുവാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ മഹാപ്രഭുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു അനുവദനീയമായ കാര്യമല്ല എന്നുള്ളതിനാൽ ഇദ്ദേഹത്തെ തൻ്റെ സേവനത്തിൽ നിന്നും പുറത്താക്കി. അങ്ങനെ കൃഷ്ണദാസൻ അതിനുശേഷം ബലഭദ്ര ഭട്ടാചാര്യ എന്ന് പറയുന്ന മറ്റൊരു ബ്രഹ്മചാരി ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം വൃന്ദാവനത്തിൽ പോയത് അദ്ദേഹമാണ്. പിന്നെ 2 ഹരിദാസ് ഉണ്ടായിരുന്നു ചൈതന്യ മഹാപ്രഭുവിൻ്റെ കീർത്തന സംഘത്തിൽ. ഒന്ന് ബഡാ ഹരിദാസ്, ഒന്ന് ഛോട്ടാ ഹരിദാസ്. ഈ ഛോട്ടാ ഹരിദാസിൻ്റെ ചരിത്രവും വളരെ പ്രസിദ്ധമാണ്. ഛോട്ടാ ഹരിദാസും ഒരു സ്ത്രീയുമായി സംസാരിച്ചു എന്ന് പറഞ്ഞതിനാൽ മഹാപ്രഭു പിന്നീട് ഛോട്ടാ ഹരിദാസിനെ കാണില്ല എന്ന തീരുമാനമെടുത്തു. ഇനി എന്നെ നീ കാണുകയും വേണ്ട, എൻ്റെ കൂടെ വരികയും വേണ്ട എന്ന് ഛോട്ടാ ഹരിദാസിനോട് പറഞ്ഞു. അപ്പോഴും ഛോട്ടാ ഹരിദാസൻ വളരെ വിനമ്രതയോട് കൂടിയിട്ട് കരഞ്ഞുകൊണ്ട് മഹാപ്രഭുവിനോട് അപേക്ഷിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ആ സ്ത്രീയോട് സംസാരിച്ചത് എന്ന്. അപ്പോൾ മഹാപ്രഭു പറഞ്ഞു, എന്തുദ്ദേശത്തോടു കൂടിയാണെങ്കിലും സ്ത്രീയുമായിട്ട് നീ സംസാരിച്ചത് തെറ്റാണ്, നിനക്ക് എൻ്റെ കൂടെ സ്ഥാനമില്ല. അങ്ങനെയാണ് ഛോട്ടാ ഹരിദാസ് തൻ്റെ ജീവിതം ത്യജിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ
എല്ലാ ഭക്തന്മാരും കൂടെ ചേർന്ന് സ്വരൂപദാമോദര ഗോസ്വാമി ഉൾപ്പെടെയുള്ളവർ പരമാനന്ദപുരിയോട് അപേക്ഷിക്കും. കാരണം പരമാനന്ദപുരി ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഗുരുതുല്യനാണ്. മാധവേന്ദ്രപുരിയുടെ സന്യാസി ശിഷ്യന്മാരിൽ ഒരാളാണ് ഈ പരമാനന്ദപുരി. നമ്മൾ നേരത്തെ വായിച്ചിരുന്നു 9 സന്യാസ വേരുകളുണ്ട്, അതിലൊരാളാണ് പരമാനന്ദപുരി. പരമാനന്ദപുരിയെ ചൈതന്യ മഹാപ്രഭു സ്വന്തം പിതാവിനെ പോലെ സ്വന്തം ഗുരുവിൻ്റെ സ്ഥാനത്തിലാണ് അദ്ദേഹം കണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും പരമാനന്ദപുരി ഗോസ്വാമിയോട് പറയും, അങ്ങ് ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കും, ഛോട്ടാ ഹരിദാസ് ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. അപ്പോൾ അങ്ങനെ പരമാനന്ദപുരി പോയിട്ട് ചൈതന്യ മഹാപ്രഭുവിനോട് പറയും, അങ്ങനെ നമ്മൾ ഛോട്ടാ ഹരിദാസിനെ വിട്ട് കളയണോ എന്ന് ചോദിക്കും. മഹാപ്രഭു പറയും, ഞാൻ ജഗന്നാഥപുരി വിട്ട് അലർനാഥിലേക്ക് പോവുകയാണ്. പരമാനന്ദപുരി പറയും, വേണ്ട, ഛോട്ടാ ഹരിദാസ് ആത്മഹത്യ ചെയ്തോട്ടെ. പരമാനന്ദപുരി പറയും, അങ്ങ് പരമപുരുഷ ഭഗവാൻ സ്വയം അഭിജ്ഞ സ്വരാട്ടാണ് അങ്ങ് ഒരിക്കലും ഇങ്ങനെ പറയരുത് എന്ന് മാത്രമേ പറയുകയുള്ളൂ. ആത്മഹത്യ ചെയ്തോട്ടെ എന്ന് ഞാൻ ആലങ്കാരികമായി പറഞ്ഞതാണ്. അങ്ങനെ ഒരിക്കലും പരമാനന്ദപുരി ഗോസ്വാമി പറയുകയില്ല. പക്ഷേ എന്തു തന്നെ ആയാലും ഛോട്ടാ ഹരിദാസ് ജീവത്യാഗം ചെയ്തു. ചൈതന്യ മഹാപ്രഭുവിൽ നിന്നുള്ള ആ അകൽച്ച അദ്ദേഹത്തിന് താങ്ങുവാൻ കഴിയുമാറായിരുന്നതല്ല. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹം ജീവത്യാഗം ചെയ്തു. ചൈതന്യ മഹാപ്രഭു ഗൃഹസ്ഥന്മാരോടെല്ലാം വളരെ അനുകമ്പയോടുകൂടിയുള്ള സമീപനം സ്വീകരിച്ചിരുന്നു. പൊതുവായിട്ടുള്ള ജനങ്ങളിൽ മഹാപാപികളോടെല്ലാം ചൈതന്യ മഹാപ്രഭു വളരെ വളരെ കാരുണ്യവാനായിരുന്നു. പക്ഷേ മഹാപ്രഭുവിൻ്റെ ഏറ്റവും അടുത്ത് ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും എന്താണ് അവരുടെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് മഹാപ്രഭുവിന് വളരെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മഹാപ്രഭു എപ്പോഴും നൽകിയിട്ടുണ്ട്. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും മഹാപ്രഭു ചെയ്യുമായിരുന്നില്ല. അതിൻ്റെ അടുത്ത ഉദാഹരണമാണ് ഛോട്ടാ ഹരിദാസ് എന്ന് പറയുന്ന ഈ ഭക്തൻ. പിന്നീട് ആചാര്യ, രഘുനാഥ ഭട്ടാചാര്യ, നീലാംബര എന്നീ ഭക്തന്മാരെ കുറിച്ചിട്ട് പറയുന്നു. പിന്നെ അച്യുതാനന്ദൻ എന്ന് പറയുന്ന അദ്വൈതാചാര്യൻ്റെ പുത്രൻ, അദ്ദേഹവും വളരെ കാലം ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോടൊത്ത് സമയം ചിലവഴിച്ച ഒരു ഭക്തനാണ്. അച്യുതാനന്ദനെ കുറിച്ചിട്ടും ധാരാളം പ്രതിപാദ്യങ്ങൾ ഗൗഡീയ വൈഷ്ണവ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. അടുത്തതായിട്ട് ചൈതന്യ മഹാപ്രഭുവിനൊപ്പം വാരാണസിയിലുണ്ടായിരുന്ന കുറച്ച് ഭക്തന്മാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് ചന്ദ്രശേഖര വൈദ്യൻ എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ ഇദ്ദേഹത്തെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. വാരാണസിയിൽ മഹാപ്രഭു ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇദ്ദേഹം ഒരു കായസ്ഥനായിരുന്നു, ബ്രാഹ്മണനായിരുന്നില്ല. അതുകൊണ്ട് ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ താമസവും തപാനമിശ്ര, അടുത്ത ഭക്തൻ വാരാണസിയിലുള്ള തപാനമിശ്രയുടെ വീട്ടിലാണ് മഹാപ്രഭു നിത്യവും പ്രസാദം സ്വീകരിച്ചിരുന്നത്. അതിനുശേഷം അടുത്ത വാരാണസിയിലെ ഭക്തനാണ് രഘുനാഥ ഭട്ടാചാര്യ അഥവാ രഘുനാഥ ഭട്ട ഗോസ്വാമി. ഇദ്ദേഹം തപാനമിശ്രയുടെ പുത്രനായിരുന്നു. ചൈതന്യ മഹാപ്രഭു തപാനമിശ്രയുടെ വീട്ടിൽ പ്രസാദം കഴിക്കാൻ വരുമ്പോൾ രഘുനാഥ ഭട്ട ഗോസ്വാമിയാണ് ചൈതന്യ മഹാപ്രഭു പ്രസാദം സ്വീകരിച്ചതിന് ശേഷമുള്ള പാത്രങ്ങൾ എല്ലാം വൃത്തിയാക്കിയിരുന്നതും അതിനുശേഷം ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലുകൾ അദ്ദേഹമാണ് തടവിക്കൊടുത്തിരുന്നത്. അങ്ങനെ ഇത് രഘുനാഥ ഭട്ട ഗോസ്വാമി ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചെയ്തിരുന്നതാണ്. പിന്നീട് അദ്ദേഹം മുതിർന്ന് വന്നപ്പോൾ ജഗന്നാഥപുരിയിൽ ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം 8 മാസം അദ്ദേഹം താമസിച്ചിരുന്നു. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അത്രയും സത്സംഗം കിട്ടിയതിന് ശേഷം മഹാപ്രഭു രഘുനാഥ ഭട്ടാചാര്യരോട് വൃന്ദാവനത്തിലേക്ക് പ്രസ്ഥാനം ചെയ്യുവാൻ നിർദ്ദേശിച്ചു. അങ്ങനെ അദ്ദേഹം പോയി. രൂപഗോസ്വാമിക്ക് കേൾക്കുവാനായിട്ട് ഇദ്ദേഹം നിത്യവും ശ്രീമദ് ഭാഗവതം വായിക്കുമായിരുന്നു. ഈ ശ്രീമദ് ഭാഗവതം വായിച്ച് രൂപഗോസ്വാമിക്ക് കേൾക്കുവാനായി ശ്രീമദ് ഭാഗവതം വായിച്ചതിലൂടെ തന്നെ രഘുനാഥ ഭട്ട ഗോസ്വാമിക്ക് കൃഷ്ണപ്രേമം സിദ്ധിച്ചു എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. മാത്രമല്ല, എത്ര സുന്ദരമായി ഭാഗവതം
അദ്ദേഹം വായിക്കുമായിരുന്നു. അത്രയും തന്നെ നല്ല പോലെ പ്രസാദം ഉണ്ടാക്കുന്നതിലും അദ്ദേഹം ഒരു വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് വൃന്ദാവനത്തിലുള്ള ഒരു ഗോവിന്ദ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. മാത്രമല്ല രഘുനാഥ ഭട്ട ഗോസ്വാമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും വൈഷ്ണവരുടെ കുറ്റങ്ങൾ കാണുവാൻ തയ്യാറായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അദ്ദേഹത്തോട് പോയിട്ട് ഒരു വൈഷ്ണവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും തന്നെ അദ്ദേഹം അവിടെ നിന്നും പോകുമായിരുന്നു. ഇതെല്ലാമാണ് ഒരു അതിവിശിഷ്ടനായിട്ടുള്ള ഭക്തൻ്റെ ഗുണം എന്ന് പറയുന്നത്. അതായത് ആരെങ്കിലും ഒരു വൈഷ്ണവനെക്കുറിച്ചിട്ട് പ്രതികൂലമായി എന്തെങ്കിലും ഒന്ന് പ്രതിപാദിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അവിടെ നിന്നും മാറിപ്പോകും. അല്ലെങ്കിൽ അദ്ദേഹം ആ ഭക്തനെക്കുറിച്ചിട്ട് എന്തെങ്കിലും നല്ലത് അങ്ങോട്ട് പറയും. ഇതാണ് നിത്യം ഭാഗവത സേവയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രഘുനാഥ ഭട്ട ഗോസ്വാമി നിത്യവും രൂപഗോസ്വാമിക്ക് കേൾക്കുവാൻ വേണ്ടിയിട്ട് ഭാഗവതം വായിക്കുമായിരുന്നു. അങ്ങനെ ഭാഗവതം ഉരുവിടുന്നതിലൂടെയാണ് രഘുനാഥ ഭട്ട ഗോസ്വാമിക്ക് കൃഷ്ണപ്രേമം സിദ്ധിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഷഡ്ഗോസ്വാമിമാരിൽ ഒരാളാണ്. അപ്പോൾ ഈ അധ്യായം ഉപസംഹരിക്കപ്പെടുമ്പോൾ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, ഞാൻ ഈ അധ്യായത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കുറച്ച് ഭക്തന്മാരെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓരോ ശാഖയിൽ നിന്നും 100ഉം 1000ഉം കണക്കിന് ശിഷ്യന്മാർ ഉദ്ഭവിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ശാഖകളിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ഉപശാഖകൾ ഉണ്ടായിരിക്കുന്ന ഫലങ്ങളെല്ലാം തന്നെ കൃഷ്ണപ്രേമം പ്രദാനം ചെയ്യുന്നതാണ്. ഓരോ ശാഖയുടെയും ഗുണഗണങ്ങളെക്കുറിച്ച് വർണ്ണിക്കണമെങ്കിൽ അനന്തശേഷൻ്റെ 1000 നാവുകൾ കൊണ്ടുപോലും കഴിയുകയില്ല എന്ന് അദ്ദേഹം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ അധ്യായം ഉപസംഹരിച്ചുകൊണ്ട് പറയുന്നു, ശ്രീരൂപ രഘുനാഥ പാദേ യാരാശ ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ. രൂപ ഗോസ്വാമി, രഘുനാഥദാസ ഗോസ്വാമി എന്നിവരുടെ പാദപത്മങ്ങളെ ആശ്രയിച്ചുകൊണ്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി, കൃഷ്ണദാസനായ ഞാൻ ശ്രീ ചൈതന്യ ചരിതാമൃതം ഇപ്രകാരം പറയുന്നു എന്ന് പറഞ്ഞ് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഇനി നമുക്ക്